വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ പൊതുസമൂഹം ഒന്നാകെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ദുരന്താനന്തരം മുണ്ടക്കയിലും ചൂരൽമലയിലെയും സ്ത്രീകൾ ഒരു യാത്രയിലാണ്. ദുരന്തങ്ങളെ മാനസികമായി അതിജീവിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്രയിൽ. സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ബസ്സിൽ കയറിയപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ഭയങ്കരമായിട്ട് അവരെയാണ് ആദ്യം ഓർമ്മ വന്നത്. സങ്കടമുണ്ട്, ഇപ്പൊ സന്തോഷമുണ്ട്. എന്റെ മോനെ എന്നെ ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് പോയത്. ദുസ്വപ്നം പോലെ മാത്രം ഓർത്തെടുക്കാവുന്ന മഹാദുരന്തത്തിനു ശേഷം സ്വന്തം വാസസ്ഥലങ്ങളിൽ നിന്ന് ചിതറിപ്പോയവർ, അവരുടെ ഓർമ്മകളും അവർക്ക് അങ്ങനെ തന്നെ. ഇതിനിടയിൽ അതിജീവനത്തിന്റെ പുതിയ നാളുകളിലേക്ക് അവർ മെല്ലെ നീങ്ങുകയാണ്. അതിനു പ്രേരകമാകും ഈ യാത്രയെന്ന് അവരും കരുതുന്നു. സങ്കടങ്ങൾ മറന്ന്, വേദനകൾ മറന്ന് അവർ ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു യാത്ര പ്ലാൻ ചെയ്തത് ഒരു കണക്കിന് എല്ലാവരും കാണാനും ഒരു ദിവസം സന്തോഷിക്കാനും ഒരു അവസരം കിട്ടിയത് നന്നായി. സന്തോഷമുണ്ട്. പക്ഷെ നമ്മളെ കൂടെ ഉള്ളവര് കുറെ പേര് പോയി. അതിന്റെ ഒരു സങ്കടവും ഉണ്ട്, സന്തോഷവും ഉണ്ട്. സഞ്ചാരി ട്രാവൽ ഗ്രൂപ്പും ഓൾ കേരള ടൂറിസം അസോസിയേഷനുമാണ് യാത്രയുടെ പ്രധാന സംഘാടകർ. മുണ്ടക്കൈ ചൂരൽമലയിലെ ആളുകളുടെ അവസ്ഥ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഒന്നായി ജീവിച്ച ആളുകൾ ഇന്ന് വയനാടിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ന് തന്നെ രാവിലെ എല്ലാവർക്കും ഒരുപാട് നാൾ കൂടി കണ്ടതിന്റെ ആ ഒരു സന്തോഷം ഇവരുടെയൊക്കെ മുഖത്ത് വളരെ പ്രകടമായിരുന്നു. അപ്പോൾ അവരെയെല്ലാം കൂട്ടി ഒരു മൈസൂരിലേക്ക് ഒരു യാത്ര, 2 ദിവസത്തെ എൻജോയ്മെന്റ്, അതുമൂലം അവരുടെ ഒരു ജീവിതത്തിൽ അവരുടെ ഡെയിലി റൂട്ടീനിൽ നിന്നൊരു മാറ്റം, ആ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മാറി ഒരു പുതിയൊരു തുടക്കത്തിലേക്കുള്ള യാത്രയാകുക എന്നതാണ് സഞ്ചാരി ഗ്രൂപ്പ്, സഞ്ചാരി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ചൂരൽമലയിലെ ശ്രുതിയും അവന്തികയും ഉൾപ്പെടെ ഈ യാത്രയിലുണ്ട്. മൈസൂരിലേക്കുള്ള യാത്ര കഴിഞ്ഞ ഇന്നിവർ സന്തോഷത്തോടെ തിരിച്ചെത്തും. ഇനിയും ഇത്തരത്തിൽ ദുരന്തബാധിതർക്കായി യാത്രകൾ സംഘടിപ്പിക്കാനാണ് ഈ കൂട്ടായ്മകളുടെ ഉദ്ദേശം. ന്യൂസ് മലയാളം, വയനാട്.